അതല്ല ആന്റി, രവിയെങ്കിൽ ഏതാണ്ടൊക്കെ തീരുമാനിച്ചോണ്ടാ ഇത്തവണ വന്നിരിക്കുന്ന. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട. ആന്റി കണ്ടതല്ലേ അയാൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന്. എന്റെ മോനെ എടുത്തോണ്ട് പോവോ? കൊണ്ടുപോയില്ലല്ലോ. കരഞ്ഞു കരഞ്ഞു ഉറങ്ങി. കുഞ്ഞും പേടിച്ചു പോയി. ആന്റി ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയത്. ഇല്ലെങ്കിൽ രവിയെങ്കില് കൊണ്ടുപോവില്ലായിരുന്നോ? അയാൾ എവിടം വരെ കൊണ്ടുപോകും? പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്ത അയാൾ അടുത്ത മണിക്കൂറിൽ ലോക്കപ്പിനകത്ത. അതൊക്കെ രവിയെങ്കിലും അറിയാലോ. അതും അതിന്റെ അപ്പുറത്തെയും പരിഹാരം കണ്ടുവച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. എന്തു പരിഹാരം കണ്ടുവച്ചാലും ശരി, സ്വന്തം അമ്മയുടെ അടുത്തുനിന്ന് കുഞ്ഞിനെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ ആർക്കടി അവകാശം? ആർക്കും ഇല്ല. മോനെ എടുത്തോണ്ട് പോയാ ഞാൻ പുറകെ ചെല്ലൂന്ന് വിചാരിച്ചിട്ടായിരിക്കും. നീ എങ്ങനെ കണ്ണു അടിച്ചിറങ്ങി പോവോ? എന്റെ മോനെ കൊണ്ടുപോയാ ഞാൻ എന്ത് ചെയ്യും ആന്റി? എന്റെ കുഞ്ഞുള്ളിടത്തേക്ക് പോകാനല്ലേ എനിക്ക് പറ്റൂ. അത് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ടാ അയാൾ ഇത്രയും ചങ്കൂറ്റം കാണിക്കുന്നത്. നാളെ അയാൾ വരുമല്ലോ ആന്റി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വരട്ടെ, നമുക്ക് നോക്കാം. നീ വാതിലടച്ചു പൂട്ടി റൂമിലിരുന്ന അയാൾക്ക് നിന്നെയോ കുഞ്ഞിനെ തൊടാൻ പറ്റുമോ? അയാളുടെ കയ്യിലായി പോയില്ല ആന്റി എന്റെ ലൈഫ്. അയാൾക്കത് കെടുത്തി കളയാം. അയാൾ നാളെ വരുമ്പോ ഞാൻ കൂടെ ചെന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ആന്റിക്ക് അറിയാലോ. നാളത്തെ കാര്യം നാളെയല്ലേ? സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. ആന്റി, എന്റെ ജീവിതം തീർന്നെന്ന് തോന്നുക. എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ആന്റി. രവിയെങ്കിലും നശിപ്പിക്കും. എടി, ഞാനില്ലേ നിന്റെ കൂടെ? നീ അയാളെ പേടിക്കാതെ എന്നെ വിശ്വസിക്കേ. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആന്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മുറിയുടെ വാതിലടച്ചു പൂട്ടാം, അല്ലെങ്കിൽ രവിയെങ്കിലിനെ അകത്ത് കയറ്റാതെ മുൻ വാതിൽ അടച്ചിടാം. എന്റെ കുഞ്ഞിനെ തൊട്ടുപോയാ പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്താം. അത്രയൊക്കെയല്ലേ പറ്റൂ? എനിക്ക് അതിനേക്കാൾ കൂടുതൽ സാധിക്കും. അതുകൊണ്ടാ പറഞ്ഞത് കണ്ണുടച്ച് എന്നെ അങ്ങ് വിശ്വസിച്ചോളാൻ. ഞാനല്ലേ പറഞ്ഞത്, സമാധാനായിട്ടിരിക്കെ.